പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 11-ാം പ്രതിയായി ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുമ്പോൾ 2020 ജൂലൈ 11-ന് ജയിലിൽ കിടന്ന് മരിച്ച പി.കെ. കുഞ്ഞനന്ദൻ ഇപ്പോൾ മരണാനന്തരവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഡോക്ടർ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും ചേർന്ന് പുറപ്പെടുവിച്ച കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ ടി.പി. കേസിൻ്റെ അപ്പീലിന്മേലുള്ള വിധിന്യായത്തിൽ പി.കെ. കുഞ്ഞനന്ദൻ്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ശരിവയ്ക്കുകയുണ്ടായി. എന്നാൽ 2020-ൽ അദ്ദേഹം മരിച്ചിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും വിവാദത്തിൽ വന്നതിൻ്റെ കാരണം പി.കെ. കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്ന് മരിച്ചത് ദുരൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി നടത്തിയ ഒരു വിവാദ പ്രസ്താവനയെ തുടർന്നിട്ടാണ്. അദ്ദേഹം ആ പ്രസ്താവനയിലൂടെ പറയാതെ പറഞ്ഞു വെച്ചത് കുഞ്ഞനന്ദൻ്റെ ജയിലിൽ കിടന്നുള്ള മരണം ദുരൂഹമാണെന്നും ഭക്ഷ്യ വിഷബാധയേറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നും CPM ഇഷ്ടപ്പെടാത്ത പല ആളുകളും ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് എന്നും ടി.പി. ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത CPM നേതാക്കന്മാർക്കുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നത് പി.കെ. കുഞ്ഞനന്ദനായിരുന്നുവെന്നും അതുകൊണ്ട് പി.കെ. കുഞ്ഞനന്ദൻ്റെ ഭക്ഷ്യ വിഷബാധ ഏറ്റുള്ള മരണം ദുരൂഹമായിരുന്നു എന്നുമാണ് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി അഭിപ്രായപ്പെട്ടു. അത് വലിയ വിവാദം സൃഷ്ടിച്ചു, വലിയ ചർച്ചയായി. അതിനെ തുടർന്ന് കുഞ്ഞനന്ദൻ്റെ മകൾ വന്നിട്ട് UDF ഭരണകാലത്ത് കുഞ്ഞനന്ദന് വേണ്ടതുപോലുള്ള ചികിത്സ നൽകാതിരുന്നതുകൊണ്ടാണ് കുഞ്ഞനന്ദൻ മരിച്ചത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. CPM നേതാക്കന്മാരൊക്കെ തന്നെ പലരും കെ.എം. ഷാജിയെ ഇക്കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ കുഞ്ഞനന്ദൻ ആരായിരുന്നുവെന്നും കുഞ്ഞനന്ദൻ CPMന് എന്തായിരുന്നുവെന്നും കുഞ്ഞനന്ദൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണെന്നും എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരിച്ചതെന്നും കുഞ്ഞനന്ദൻ്റെ മരണം ദുരൂഹമാണെന്നുമുള്ള ഷാജിയുടെ അഭിപ്രായം സംബന്ധിച്ച് എനിക്ക് കൃത്യമായ വ്യക്തതകളൊന്നുമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അതെന്തായാലും ഒരു വിവാദമായി നിൽക്കട്ടെ. അത് തെളിയിക്കാനുള്ള ബാധ്യത ഷാജിക്കാണ്. അതുകൊണ്ട് ഷാജി അത് തെളിയിക്കട്ടെ. പക്ഷേ കുഞ്ഞനന്ദനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ചില വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, പി.കെ. കുഞ്ഞനന്ദൻ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വന്നത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ 13-ാം പ്രതിയായി അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് വരെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറായി തുടർന്നു. എങ്ങനെയാണ് തുടർന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് കുറ്റവാളിയായി ജയിലിൽ കിടക്കുമ്പോഴും CPM അദ്ദേഹത്തെ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു കൊണ്ടിരുന്നു ഉള്ളതുകൊണ്ടാണ്. എത്ര ഭരണഘടനാ വിരുദ്ധമാണ് CPMൻ്റെ ഈ തീരുമാനം എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. CPMൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി ഒരു കൊലക്കേസിൽ കോടതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എരഞ്ഞിപ്പലം സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ജയിലിലടയ്ക്കപ്പെടുന്നു. കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ജയിലിലടയ്ക്കപ്പെടുമ്പോഴും അദ്ദേഹത്തെ പാനൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് CPM തിരഞ്ഞെടുക്കുന്നുവെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതല്ലേ സുഹൃത്തുക്കളെ അതിനകത്ത് കാണിക്കുന്നത്? കാരണം ഇന്ത്യയുടെ നിയമവ്യവസ്ഥ, ഒരു കോടതി കുഞ്ഞനന്ദനെ ശിക്ഷിക്കുകയാണ്. ശിക്ഷിക്കുന്നതിന് മുമ്പാണെങ്കിൽ കുഞ്ഞനന്ദനെ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം കുഞ്ഞനന്ദൻ പ്രതി മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞനന്ദൻ അക്യൂസ്ഡ് അല്ല, കൺവിക്റ്റാണ്. കാരണം നിയമവ്യവസ്ഥ അയാളെ കുറ്റം ചെയ്തു എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും CPM അയാളെ പാനൂർ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തിയെന്ന് പറയുമ്പോൾ CPMന് ഇന്ത്യയിലെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. CPM പുല്ലുവില പോലും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും അത് ആനുഷംഗികമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻഅഡ്വർട്ടൻ്റായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും 13-ാം പ്രതിയായി കുഞ്ഞനന്ദൻ ജയിലിലേക്ക് പോയി. ജയിലിലേക്ക് പോയതിനു ശേഷം കുഞ്ഞനന്ദൻ ചർച്ചാ വിഷയമായിരുന്നു. ഒന്ന്, അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട്. രണ്ട്, കുഞ്ഞനന്ദനെ കൊടുത്തിട്ടുള്ള പരോള് സംബന്ധിച്ച്. കുഞ്ഞനന്ദന് അനാവശ്യമായി ഒരുപാട് ദിവസം, മാസങ്ങളോളം പരോള് കൊടുത്തിരുന്നത് വലിയ വിവാദമായി ഉയർന്നിരുന്നു. കെ രമ ആ വിഷയം 1-ലധികം തവണ ഉയർത്തിയിരുന്നു. അങ്ങനെ കുഞ്ഞനന്ദൻ്റെ രോഗം മൂർച്ഛിക്കുകയും
പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയത്ത് 2020 അദ്ദേഹം രോഗം മൂർച്ഛിച്ച് ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. മരിച്ചതിന് ശേഷവും വീരോചിതമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് CPM നേതാക്കന്മാരും അണികളും കൂടെ ചേർന്ന് കൊടുത്തത്. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ റീത്ത് വെക്കാനുമൊക്കെ വന്നത്. അദ്ദേഹം പാർട്ടിക്ക് ചെയ്തിട്ടുള്ള സേവനത്തെക്കുറിച്ചിട്ട് പാർട്ടി നേതാക്കന്മാർ വലിയ പ്രസംഗങ്ങൾ, ദീർഘമായ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. മരിച്ചപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നടത്തിയ അനുസ്മരണ പ്രസംഗങ്ങൾ ഇതായിരുന്നു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. പാർട്ടി അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിക്കുകയും ചെയ്ത സഖാവാണ് കുഞ്ഞനന്ദൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിൻ്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ അദ്ദേഹം പാനൂർ മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങളാലും ആദരിക്കപ്പെട്ടു. സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, തടവുകാരനായിരിക്കെ അസുഖം മൂർച്ഛിച്ച് തിരുവനന്തപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച PK കുഞ്ഞനന്ദൻ നിര്യാതനായ വാർത്ത ദുഃഖിപ്പിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDF ഭരണകാലത്തെ ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയാണ് കുഞ്ഞനന്ദനെന്നും അദ്ദേഹത്തെ കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും കോടിയേരി പറഞ്ഞു. പാനൂർ ഏരിയ കമ്മിറ്റിയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നിർഭയനായ ഒരു പോരാളിയായിരുന്നു കുഞ്ഞനന്ദനെന്നും കോടിയേരി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു. അപ്പോൾ പാർട്ടി നിയമവ്യവസ്ഥ ശിക്ഷിച്ചിട്ടും പാർട്ടി അത് അംഗീകരിച്ചിരുന്നില്ല. ശിക്ഷയുടെ കാലാവധിയുടെ സമയത്തെല്ലാം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മാസങ്ങളോളം പരോൾ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വീരോചിതമായിട്ടുള്ള സ്വീകരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അനുശോചിച്ചു. ഇതായിരുന്നു PK കുഞ്ഞനന്ദൻ. ഇനി PK കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം. ഞാൻ ആ ഭാഗത്തുള്ള പാർട്ടി നേതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ സത്യത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. അതായത് പാനൂർ എന്ന് പറയുന്നത് CPM-ഉം BJP-യും CPM-ഉം BJP RSS-ഉമായി ഏറ്റവും കൂടുതൽ സംഘടനകൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സംഘടനകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് CPM BJP RSS സംഘടന ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പ്രധാന സൂത്രധാരൻ PK കുഞ്ഞനന്ദനായിരുന്നു എന്നാണ് അവിടുത്തെ പാർട്ടിയുമായി ബന്ധമുള്ളവരിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ CPM BJP RSS-കാരുമായിട്ട് സംഘടന നടന്നാൽ അതിൻ്റെ സൂത്രധാരകൻ അദ്ദേഹമായിരിക്കും. അവിടെ CPM RSS BJP കൊലപാതകങ്ങൾ നടന്നാൽ അതിൻ്റെ സൂത്രധാരകനും അദ്ദേഹമായിരിക്കുമെന്നാണ് പാർട്ടി നേതാക്കന്മാർ പാർട്ടി അണികളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള പാറമടകളൊക്കെ ഉണ്ട്. ആ പാറമടകളിൽ നിന്നൊക്കെ ഉള്ള ധനസമാഹരണത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സ്രോതസ് PK കുഞ്ഞനന്ദനായിരുന്നു എന്നാണ് എനിക്ക് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ന് മാത്രമല്ല ആ മേഖലയിൽ നിന്ന് പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ടുള്ള പിണറായി വിജയനുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് PK കുഞ്ഞനന്ദനായിരുന്നു എന്നുള്ള വിവരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് ചോദിച്ചാൽ ഈ PK കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഈ നേതാവിനെ പോലീസുകാർ കാലൻ കുഞ്ഞനന്ദൻ എന്നാണ് പോലീസുകാർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാലൻ കുഞ്ഞനന്ദൻ എന്ന് പോലീസുകാർക്കിടയിൽ അറിയപ്പെടാൻ കാര്യം എന്താണെന്നറിയാമോ? പോലീസുകാരുടെ ഇടയിലുള്ള സംസാരമായി ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞനന്ദനെ ഏതെങ്കിലും ദിവസം പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ ദാ കാലൻ കുഞ്ഞനന്ദൻ വരുന്നു എന്ന് പോലീസുകാർ പറയുമായിരുന്നു അത്രേ. കാരണം കുഞ്ഞനന്ദനെ പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ അന്നൊരു RSS-കാരനോ BJP-കാരനോ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നാണ്, അല്ലെ കൊല്ലപ്പെട്ടിരിക്കും എന്നാണ് പോലീസുകാരുടെ ഇടയിലുള്ള അടക്കിപ്പിടിച്ചുള്ള സംസാരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കുഞ്ഞനന്ദനെ പോലീസ് സ്റ്റേഷനിൽ കാണുമ്പോൾ എന്തുകൊണ്ട് കാലൻ കുഞ്ഞനന്ദൻ എന്ന് വിളിച്ചുവെന്നും കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഏതെങ്കിലും ഒരു BJP RSS-കാരോ അല്ലെ കോൺഗ്രസ്സുകാരനോ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ അടക്കിപ്പിടിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ? CPM BJP RSS സംഘടനമെല്ലാം ആസൂത്രണം ചെയ്ത് കൊലപാതകം നടക്കാനുള്ള സമയമെല്ലാം തീരുമാനിച്ചതിന് ശേഷം ആ കൊലപാതകം നടക്കുന്ന സമയത്ത് കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ദിവസം 5 മണിക്കാണ് കൊലപാതകം നടക്കുന്നത് എന്നുള്ള നിലയിലുള്ള ആസൂത്രണങ്ങളെല്ലാം കുഞ്ഞനന്ദൻ നടത്തും. CPM-ന്റെ ബോംബാക്രമണത്തിൽ ഒരു BJP-കാരനോ ഒരു RSS-കാരനോ 5 മണിക്ക് കൊല ചെയ്യപ്പെടും എന്ന് അതിൻ്റെ ഗൂഢാലോചനയും അതിൻ്റെ സൂത്രധാരത്വമൊക്കെ നടത്തിയതിന് ശേഷം ആ 5 മണിയാവുമ്പോൾ PK കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ആ കൊലക്കേസിൽ കുഞ്ഞനന്ദൻ പ്രതിയാവില്ല. കാരണം കൊല നടക്കുന്ന സമയത്ത് കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത് പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നത് കൊണ്ടാണ് അവർ കുഞ്ഞനന്ദനെ കാലൻ കുഞ്ഞനന്ദൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ അന്ന് ADGP ആയിരുന്ന TP ചന്ദ്രശേഖരൻ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന TP സെൻകുമാറും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അക്കാലത്ത് ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു PK കുഞ്ഞനന്ദനെ പിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു, എന്താ കാരണം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഷാജഹാൻ കൊലയെല്ലാം ആസൂത്രണം ചെയ്തിട്ട് കൊല നടക്കുന്ന സമയത്ത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലുണ്ടാവും, പിന്നെ എങ്ങനെ പിടിക്കും എന്ന് ചോദിച്ചു. പക്ഷേ എല്ലാ കള്ളന്മാരും എല്ലാ കാലത്തും പിടിക്കപ്പെടാതിരിക്കില്ലല്ലോ. അതുപോലെ കുഞ്ഞനന്ദൻ TP കേസിൽ എങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ
TP കേസിൻ്റെ അന്വേഷണം നടന്നപ്പോൾ കുഞ്ഞനന്തന് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ TP കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് കുഞ്ഞനന്തൻ ഒളിവിൽ പോയി. കുഞ്ഞനന്തനെ CPMൻ്റെ കണ്ണൂർ DC കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ അവിടെ കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിച്ചു. കുഞ്ഞനന്തൻ ഒളിവിൽ പോയപ്പോഴാണ് കുഞ്ഞനന്തൻ ഇതുമായി ബന്ധമുണ്ടാകുമോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ടാവുന്നതും അവർ ആ നിലയിൽ അന്വേഷിക്കുന്നതും. അങ്ങനെ കുഞ്ഞനന്തൻ ഇതിനകത്തുണ്ടായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യമായി കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ കുഞ്ഞനന്തൻ കോടതിയിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ കുഞ്ഞനന്തൻ്റെ ആദ്യ ബുദ്ധി കൊണ്ടാണ് കുഞ്ഞനന്തൻ അന്ന് കുരുങ്ങിപ്പോയത്. അല്ലെങ്കിൽ കുഞ്ഞനന്തൻ അവിടുന്ന് രക്ഷപ്പെട്ട് വീണ്ടും പല കൊലപാതകങ്ങൾക്കും ആസൂത്രണം നടത്താനുള്ള അവസരം കുഞ്ഞനന്തൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള PK കുഞ്ഞനന്തൻ. ആ PK കുഞ്ഞനന്തനാണ് മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ മുക്തകണ്ഠം പ്രശംസിച്ചതും. അതേ PK കുഞ്ഞനന്തനെയാണ് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നപ്പോഴും അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നതും. അതേ കുഞ്ഞനന്തനെ തന്നെയാണ് ആ കുഞ്ഞനന്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വീരോചിതമായ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് CPMകാർ വലിയ പിന്തുണ കൊടുത്തത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള PK കുഞ്ഞനന്തൻ. ആ PK കുഞ്ഞനന്തൻ UDFൻ്റെ കാലത്തെ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചു എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ വരുന്നത്. എനിക്കതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. കാരണം PK കുഞ്ഞനന്തൻ ജയിലിൽ കിടന്ന 2014 6 വർഷത്തിൽ 4 വർഷക്കാലവും LDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 2014 ജയിലിലായ PK കുഞ്ഞനന്തൻ 2016 വരെ UDF, പക്ഷേ 2016 മുതൽ 2020 വരെ LDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ UDFൻ്റെ ഭരണകാലത്തായിരുന്നു ചികിത്സാ പിഴവെന്നാണ് പറയുന്നത്. അൾസറിൻ്റെ ചികിത്സ കൂടുതൽ രൂക്ഷമായത് UDF ഭരണകാലത്താണ് എന്നാണ് മകളുടെ അവകാശവാദം. എന്തൊരു അസംബന്ധം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താ ഭരണം തിരിച്ചിട്ടാണോ ഈ രോഗം മൂർച്ഛിക്കാതിരിക്കുന്നത്? അത് ആരെക്കൊണ്ടാണ് നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുക? അയാൾക്ക് LDF ഭരിക്കുന്ന പിണറായി വിജയൻ, അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അയാളുടെ രോഗം മൂർച്ഛിക്കുന്നത്, അയാൾ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് UDFൻ്റെ കാലത്തെ ചികിത്സാ പിഴവാണെന്ന് പറയാനുള്ള പൊട്ടത്തരം, അത് കേട്ടാൽ വിശ്വസിക്കാനുള്ള പൊട്ടത്തരമൊന്നും ജനങ്ങൾക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതായിരുന്നു യഥാർത്ഥ കുഞ്ഞനന്തൻ. കുഞ്ഞനന്തനെക്കുറിച്ച് പോലീസുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന അടക്കി പിടിച്ചുള്ള സംസാരങ്ങൾ കാലൻ കുഞ്ഞനന്തൻ എന്നായിരുന്നു. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരം. പിന്നെ ഷാജി പറഞ്ഞ വിവാദത്തെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ എന്നൊക്കെ നിരത്തി ഷാജി വരട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അതിനെക്കുറിച്ചിട്ട് സൂചിപ്പിക്കാനുള്ളൂ.